കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്കൊരു പ്രാവശ്യം കൂടി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് ദൈവം അവസരമൊരുക്കി തന്നല്ലോ. നമ്മൾ യൂദ എഴുതിയ ലേഖനമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യൂദ എഴുതിയ ലേഖനം 1 മുതൽ 4 വരെയുള്ള വേദഭാഗമാണ് കഴിഞ്ഞ ദിവസം നമുക്ക് ചിന്തിപ്പാനിടയായത്. ഇനിയും നമുക്ക് 5-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാം. അതിൽ പ്രകാരം എഴുതിയിരിക്കുന്നു: നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നതെന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് പ്രത്യേകം കാണുവാനായിട്ട് കഴിയുന്നത് ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനത്തിൻ്റെ അവസ്ഥയാണ്. നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരവസ്ഥയാണ്. കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്നും രക്ഷിച്ചു കൊണ്ടുവന്നു. അവരെ നശിക്കേണ്ട സ്ഥാനത്ത് നശിക്കാതെ വിശ്വസിക്കാത്തവരെ നശിപ്പിച്ചുവെങ്കിൽ വിശ്വസിക്കുന്നവരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി. ഈ ജനം തൻ്റെ സ്വന്തം ജനമാണ്, അല്ലേ? യഹൂദന്മാർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു. അവൻ അവരെ മിസ്രയീമിൻ്റെ അടിമത്വത്തിൽ നിന്ന് രക്ഷിച്ചു. നമുക്കെല്ലാവർക്കും ആ ചരിത്രം അറിയാം. ഞാൻ ആ ഭാഗത്തേക്ക് കടന്നുപോയി അങ്ങ് വളരെ സവിസ്താരം പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ അവരിൽ ചിലർ ദൈവത്തിൽ വിശ്വസിച്ചില്ല. അതുകൊണ്ട് ദൈവം അവരെ നശിപ്പിച്ചു. അതെന്താണ് അങ്ങനെ? നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 10 വരെയുള്ള വേദഭാഗം നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്ന് എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. ജനം തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ചു, സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറുപിറുത്തു, സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കരുതേ. പ്രൈസ് ദി ലോർഡ്. ഇത് നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ വളരെ ചിന്തനീയമായിട്ടുള്ളൊരു ഭാഗമാണ് പ്രിയപ്പെട്ടവരെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഈ ജനം നമുക്ക് കാണുന്നത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. അവരെ നശിപ്പിക്കുവാനുള്ള കാരണമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മളൊരു ക്രിസ്ത്യാനി എന്ന് പേര് ധരിച്ച് നടക്കുവാനായിട്ടല്ല. ഈ വാക്യങ്ങളിൽ നമുക്ക് വളരെ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന മുന്നറിയിപ്പാണ് ഈ ഭാഗം. ഈ വാക്യത്തിലെ പിതാക്കന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാരുടെ പൂർവ്വപിതാക്കന്മാരെ ഉദ്ദേശിച്ച നമുക്ക് കാണുന്നത്. ഇപ്പോൾ യഹൂദ ജനതയുടെ അടിസ്ഥാനമിട്ടവരാണ് അവർ, അല്ലേ? അപ്പോൾ ഒന്നാമത്തെ യഹൂദൻ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അവരെല്ലാം പിതാവായ അബ്രഹാമിൻ്റെ മക്കളായിട്ട്, അബ്രഹാമാണ് ആദ്യത്തെ യഹൂദനായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അബ്രഹാമിന് ശേഷം 300 വർഷങ്ങൾ കഴിഞ്ഞ് യഹൂദന്മാർ ഈജിപ്തിൽ അടിമകളായി തീർന്നു. അപ്പം ഈ പൂർവ്വപിതാക്കന്മാർ ഒരു വിധത്തിൽ പറഞ്ഞാൽ കൊരിന്തിലെ ക്രിസ്ത്യാനികളുടെയും പിതാക്കന്മാരായിരുന്നു. അപ്പോൾ കൊരിന്തിലെ ക്രിസ്ത്യാനികളെ പുതിയ ഇസ്രയേൽ എന്ന ആത്മീയ രാഷ്ട്രത്തിൻ്റെ പൗരന്മാരായി തീരുകയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ അവരെല്ലാവരും ജാതികളിൽ നിന്നുള്ള എല്ലാ വിശ്വാസികളും അവർ പുതിയ ഇസ്രയേലിലെ പൗരന്മാരായി തീരുകയാണ് ചെയ്തത്. അബ്രഹാമിൻ്റെ ആത്മീയ സന്തതികളാണ് അവർ അബ്രഹാമിൽ നിന്ന് ഒരു ആത്മീയ അവകാശം പ്രാപിച്ചെടുത്തിരുന്നു. അതുകൊണ്ട് കൊരിന്തിലെ ക്രിസ്ത്യാനികളിൽ ഒട്ടുമിക്ക ആളുകളും യഹൂദന്മാരല്ലാതെ ജാതികളായിട്ടും ഉണ്ട്. അപ്പോൾ നമ്മുടെ പിതാക്കന്മാർ എന്ന് പൗലോസ് പറയുമ്പോൾ ഇവിടെ കൊരിന്തിൽ അന്നത്തെ സഭയിലെ 2 കൂട്ടരും ഉണ്ടായിരുന്നു. അപ്പോൾ മോശ യഹൂദന്മാരെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. എന്നാൽ ഈ യഹൂദന്മാർ പൗലോസിൻ്റെ തലമുറക്കാരുടെ പിതാക്കന്മാർ ആയിരുന്നു.
അവർ ഈജിപ്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു വന്നപ്പോൾ ദൈവ സാന്നിധ്യത്തിൻ്റെ നടത്തിപ്പിൻ്റെയും മേഘത്തിന് കീഴിലായിട്ടാണ് അവർ യാത്ര ചെയ്ത് പോകുന്നത്. നമുക്കത് പുറപ്പാട് പുസ്തകത്തിലും സങ്കീർത്തന ഭാഗങ്ങളിലൊക്കെ വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഈജിപ്തിൽ നിന്ന് അവർ രക്ഷപ്പെട്ട് വന്ന യഹൂദന്മാർ അവർ സമുദ്രത്തിലൂടെ കടന്നു. ഇത് ഈ ഈജിപ്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള ചെങ്കടലിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ദൈവം ചെങ്കടലിലെ വെള്ളം എന്ത് ചെയ്തു? വിഭാഗിച്ചു. നമുക്കറിയാം, ആ ചരിത്രം നന്നായിട്ടറിയാം. യഹൂദന്മാർ അതിലൂടെ നടന്നു അല്ലേ. അങ്ങനെ പിന്നാലെ വന്ന മിസ്രൈമിനെ എന്ത് ചെയ്തു? ആ വെള്ളത്തിൽ മുങ്ങുകയും ആ മിസ്രൈമിൽ നിന്ന് തൻ്റെ ജനമായ ഇസ്രയേലിനെ ദൈവം വിടുവിക്കുകയും ചെയ്ത ചരിത്രം നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം. ഇപ്പോൾ അവരുടെ നേതാവായിട്ട് അന്ന് മോശയാണ് നിന്നത്. അപ്പം യഹൂദന്മാരുടെ വലിയ നേതാവായിരുന്നു അന്നത്തെ മോശ. അവനെ യഹൂദന്മാരെ ഈജിപ്തിൽ നിന്ന് വിടുവിച്ചതിന് ശേഷം 40 വർഷം അവരുടെ നേതാവായിട്ട് ഇരുന്നു. ഇന്ന് ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഈജിപ്തിലെ ഇസ്രയേലിനും ഇടയ്ക്ക് ഒരു സീനായി മരുഭൂമി അന്ന് ഉണ്ടായിരുന്നു അല്ലേ. ഈ ജനം ഈ മോശയുടെ കീഴിൽ കടന്നു വരുമ്പോൾ അവർ ഈജിപ്തിനും ഇസ്രയേലിനും ഇടയ്ക്കുള്ള സീനായി മരുഭൂമിയിലായിരുന്നു. അപ്പോൾ എല്ലാ യഹൂദന്മാരും സ്നാനമേറ്റ് മോശയോട് ചേർന്നു എന്ന് പൗലോസ് ഇവിടെ പറയുന്നത്. അത് ഇവിടെ ശരിയായൊരു സ്നാനത്തെക്കുറിച്ചല്ല പൗലോസ് പറയുന്നത്. നമുക്ക് കാണുവാനായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു അനുഭവമാണ് നമുക്കവിടെ അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ക്രിസ്തീയ സ്നാനത്തെ മനസ്സിലാക്കുവാൻ നമ്മൾ അവിടെ ശ്രമിക്കണം. മോശയോടല്ല ചേരേണ്ടത്, കർത്താവിനോടാണ്. അപ്പം അതൊരു ഇത് ഉപമാനമായിട്ട് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. നമുക്ക് പൗലോസ് പറയുന്നത് ഈ പൗലോസ് പറയുന്നത് പോലെ തന്നെ ശരിയായ സ്നാനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഈ മേഘവും സമുദ്രവും ഒക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയാണ്. നമുക്ക് ക്രിസ്തീയ സ്നാനത്തെ എടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയും അവരുടെ നടത്തിപ്പിനെ കുറിച്ചുള്ള ഒരു പ്രതീകമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ക്രിസ്തീയ സ്നാനത്തിലൂടെ വിശ്വാസികൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് നമുക്ക് പിന്നെയുള്ള സമയങ്ങളിൽ തിരുവചനം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ യഹൂദന്മാർ മോശയുടെ നേതൃത്വത്തിലും അധികാരത്തിലും വന്നതുപോലെ നമ്മൾ ക്രിസ്ത്യാനികളായിരിക്കുന്നവർ ക്രിസ്തുവിൻ്റെ നേതൃത്വത്തിലും അധികാരത്തിലും വന്നിരിക്കുക. എന്തിലൂടെയാണ്? സ്നാനത്തിലൂടെ. അതുകൊണ്ട് യഹൂദന്മാർ സ്നാനപ്പെട്ടു, മോശയോട് ചേർന്നു എന്ന് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. യഹൂദന്മാർ മോശയോട് ചേർന്നെങ്കിൽ നമ്മൾ കർത്താവിനോടാണ് ചേരുന്നത്. അപ്പം യഹൂദന്മാർ അന്ന് സീനായി മരുഭൂമിയിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവർ ഈ കടന്നു വരുന്ന സമയത്ത് ഈ 40 വർഷക്കാലം വരുമ്പോൾ ഈജിപ്തിനും ഇസ്രയേലിനും ഇടയ്ക്കുള്ള സീനായി മരുഭൂമിയിലായിരുന്നു ഈ ജനങ്ങൾ പാർത്തിരുന്നതെങ്കിൽ സ്വർഗത്തിൽ നിന്നുള്ള അപ്പം അവർക്ക് കൊടുത്തു. നമുക്കറിയാം, മഞ്ഞിൽ പൊതിഞ്ഞ മന്ന അവർക്ക് കൊടുത്തു. ആത്മീയ ആഹാരം ഈ ജനത്തിന് കൊടുത്തു. അപ്പോൾ ഈ മേഘത്തിലൂടെയും സമുദ്രത്തിലൂടെയും കടന്നു വരുന്നവർക്ക് ആത്മീയ ആഹാരവും ആത്മീയ പാനീയവും ഒക്കെ കൊടുക്കുന്ന കാര്യങ്ങൾ നമുക്കിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. അവർ മരുഭൂമിയിലായിരുന്നപ്പോൾ അവർ ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് പാറയെ പിളർന്ന് വെള്ളം കൊടുത്തു അല്ലേ. ഇറച്ചി തിന്നണമെന്ന് പറഞ്ഞപ്പോൾ കൈ എത്തിപ്പിടിക്കാവുന്ന പരുവത്തിൽ കാടപക്ഷിയെ ദൈവം അവർക്ക് കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് വളരെ ചിന്തനീയമാണ് കർത്താവ് പാറയെ പിളർന്ന് വെള്ളം കൊടുത്ത ആത്മീയ പാറയോട് ചേർന്നിരിക്കുവാൻ, ആത്മീയ പാറയിൽ നിന്ന് കുടിക്കുവാൻ അവർക്ക് കഴിഞ്ഞുവെങ്കിൽ നമുക്കും ഈ ആത്മീയ പാറയാകുന്ന ക്രിസ്തു അല്ലേ. നമ്മൾ വായിക്കുന്നുണ്ട്, ആമേൻ, ആ പാറ ക്രിസ്തു ആയിരുന്നു എന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ അനുഗ്രഹങ്ങൾ എന്തെല്ലാം, മേഘവും കടലും ആത്മീയ ഭക്ഷണവും പാനീയവും ഒക്കെ അവർക്ക് ഈ യഹൂദന്മാർക്ക് പഴയ നിയമ ഇസ്രയേലിന് ലഭിച്ചുവെങ്കിൽ ക്രിസ്തുവിൽ പുതിയ നിയമ ഇസ്രയേലായിരിക്കുന്ന നമുക്കും ലഭിക്കേണ്ടത് ആവശ്യമാണ്. അത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യഥാർത്ഥ അപ്പമായ ക്രിസ്തുവിലൂടെയാണ് അത് നമുക്ക് ലഭിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശുവിൽ നിന്നാണ് പരിശുദ്ധാത്മാവായ ആത്മീയ ജലം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ സീനായി അന്ന് യഹൂദന്മാരോട് കൂടെ ഉണ്ടായിരുന്നത് പോലെ കർത്താവ് ക്രിസ്തു
ലോകസ്ഥാപനത്തിന് മുൻപേ ഉണ്ടായിരുന്നു. അവൻ എല്ലായ്പ്പോഴും ഉണ്ട്, ആദിയും അന്ത്യനുമാണല്ലേ, അൽഫയും ഒമേഗയുമാ. ആകയാൽ ക്രിസ്തുവിൻ്റെ സകല ആത്മീയ അനുഗ്രഹങ്ങളും നമുക്ക് നൽകുവാൻ, ക്രിസ്തുവിലുള്ള മനുഷ്യന് ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങളും നൽകുവാൻ അവൻ ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാർക്ക് സംഭവിച്ചത് എന്താ? അവർക്ക് എല്ലാം നന്നായിട്ട് മോശയുടെ നേതൃത്വത്തിൽ കടന്നു വന്നപ്പോൾ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ക്രിസ്തുവിലൂടെ അവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ലഭിച്ചതുപോലെ നമുക്കും ക്രിസ്തുവിലൂടെയുള്ള ആത്മീയ അനുഗ്രഹങ്ങൾ നാം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുക്കണം പ്രിയപ്പെട്ടവരെ. അങ്ങനെയെങ്കിൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്, എല്ലാവരിലും ദൈവം പ്രസാദിച്ചില്ലല്ലേ. 20 വയസ്സിന് മേൽ പ്രായമുള്ള ആരും അങ്ങ് എത്തിയില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ദൈവത്തിനെതിരെ അവിടെ പിറുപിറുത്ത് ഇറച്ചി വായിലിരിക്കെ തന്നെ ജനം പിറുപിറുക്കുന്ന അവസ്ഥകളുമുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ ദൈവമക്കളായിരുന്നു നമ്മെ നോക്കി പരിശുദ്ധാത്മാവ് പറയുക, ദൈവത്തിനെതിരെ പിറുപിറുക്കരുതേ, ദൈവവചനത്തിനെതിരെ പറയരുതേ. അന്നത്തെ യഹൂദന്മാർക്ക് ലഭിച്ചതിലും വലിയ അനുഗ്രഹങ്ങളാണ് ഇന്നത്തെ വിശ്വാസികളായി എനിക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിനെതിരെ പിറുപിറുക്കുകയും പരാതി പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നാം ദൈവത്തോട് ക്ഷമ ചോദിക്കുക. ദൈവത്തിന് അന്നത്തെ ആ ജനത്തിനോട് ആമേൻ അതിൽ പ്രസാദം തോന്നിയില്ല. അവർ പിറുപിറുത്തത് കൊണ്ട് ആ പ്രസാദം തോന്നിയില്ല. അവർ പിറുപിറുപ്പ് മൂലം ഇസ്രയേലിന് ദൈവം കഠിനമായ ശിക്ഷ നൽകിയെന്ന് ആമേൻ നാം മറന്നു പോകരുത് ദൈവമക്കളെ. അവർ മോഹിച്ചതുപോലെ ആമേൻ നാമും മോഹിക്കാതിരിക്കേണ്ടതിന് പൗലോസ് പറയുന്നു, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണമെന്ന്. ആമേൻ. ചിലർ വിഗ്രഹാരാധികളായി, ചിലർ ലൈംഗിക ദുർനടപ്പിലേർപ്പെട്ടു. അവർ ഒരു ദിവസം 23,000 പേർ ആ കാരണത്താലൊക്കെ ആമേൻ നശിക്കുവാൻ തക്കവണ്ണം ഇടയായി എന്ന് നമുക്കറിയാം അല്ലേ. ഈ ദിവസകാലങ്ങളിൽ ദൂതൻ പാളയത്തിൽ ഇറങ്ങുവാൻ ഇടയായി. അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവിനെ പരീക്ഷിക്കുവാൻ ഇടവരാതെ വണ്ണം ദൈവത്തെ ഈ ദിവസങ്ങളിൽ നമ്മൾ വളരെ വിശ്വസ്തയോടെ ആ തെറ്റായ പഠിപ്പിക്കലുകളിലും ഇടത്തൂടുകളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാരുടെ ഇടയിലും പെട്ട് നാം നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാതിരിപ്പാൻ തക്കവണ്ണം നമുക്ക് അവകാശമാക്കി വെച്ചിരിക്കുന്ന സ്വർഗീയ വാഗ്ദാനമായിരിക്കുന്ന സ്വർഗീയ കനാനിലെത്തും വരെയും ഈ ദിവസങ്ങളിൽ മരുഭൂപ്രയാണത്തിൽ തൻ്റെ ജനമായ ഇസ്രായേലിനെ സ്നേഹത്തോടും കരുണയോടും കൂടി കാത്തു പരിപാലിച്ച സ്വർഗത്തിലെ ദൈവം അസംഖ്യമായ നന്മകളും അനുഗ്രഹങ്ങളും നമുക്കും നൽകി തന്ന് ഇന്ന് വരെയും നടത്തിയെങ്കിൽ ആ കർത്താവിൽ പൂർണ്ണ ആശ്രയം വെച്ചുകൊണ്ട് ആമേൻ നാം മുന്നോട്ട് പോകുവാൻ ആമേൻ ഏൽപ്പിച്ചു കൊടുക്കുക. പെറുപെറുപ്പ് കൂടാതെ ആമേൻ നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത സ്വർഗീയ കനാൻ, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ പ്രാപിച്ചെടുക്കണം. മരുഭൂമിയിൽ വെച്ച് പട്ടുപോയ ജനത്തെ പോലെ നശിച്ചു പോകാതിരിപ്പാൻ തക്കവണ്ണം നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിനായിട്ട് ഇന്ന് പകൽക്കാലം ശ്രദ്ധാലുക്കളായിരിക്കട്ടെ എന്ന് പരിശുദ്ധി ആത്മാവ് ആമേൻ നമ്മെ ഓരോരുത്തരെയും നോക്കിക്കൊണ്ട് ബുദ്ധി ഉപദേശിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് യൂദാ പറയുകയാണ്, നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർമ്മിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമുക്കും ഇങ്ങനെയുള്ളൊരവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാർ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായിരുന്നുവെങ്കിൽ നാമും അവൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. നാം ക്രിസ്ത്യാനി എന്ന് പേർ ധരിച്ചിട്ട് ഒരു സഭയിൽ അംഗമായിരിക്കുക അല്ല, മറിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ട് ക്രിസ്തുവിൻ്റെ വചനത്തെ അനുസരിച്ച് ജീവിക്കുന്നവരായി, വിശുദ്ധിക്കും വേർപാടിനും വില കൊടുത്ത് ജീവിക്കുന്നവരായി തീരുവാൻ ഇടയാകണം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതിനെതിരായി വചനത്തിന് വിരുദ്ധമായി ദുരുപദേഷ്ടാക്കളുടെ പഠനത്തിനും ആമേൻ വ്യാഖ്യാനങ്ങൾക്കും അവരുടേതായ തെറ്റായ പഠിപ്പിക്കലുകൾ വിശ്വസിച്ചും ജീവിക്കുവാൻ ഇടയായാൽ ദൈവം ആമേൻ നമ്മെ നശിപ്പിക്കുവാൻ ഇടയാകുമെന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ആമേൻ. ഈ ദിവസകാലങ്ങളിൽ ദൈവകൃപ അതിനായിട്ട് ഏറ്റെടുക്കണം. പ്രൈസ് ദി ലോർഡ്. നമുക്ക് 6-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. അതിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ മഹാദിവസത്തിൻ്റെ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിന് കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത്, പുരാതന കാലത്ത് ചില ദൂതന്മാർ അവരുടെ അധികാര സ്ഥാനങ്ങളിൽ നിന്ന് വീണുപോയി അല്ലേ.
നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഇവിടെ അരുണോദയപുത്രനായ ശുക്രാ നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു ചോദിക്കുന്ന സ്വർഗത്തിലെ അവരുടെ വാസസ്ഥലം വിട്ടുകളയേണ്ടതായിട്ടുള്ള അവസ്ഥയുണ്ടായി അല്ലേ? പിന്നെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ അവർ മനുഷ്യ സ്ത്രീകളുമായിട്ട് ആമേൻ അവരുടെ സ്ഥാനം വിട്ടിട്ട് ഇറങ്ങി വന്ന് ദുഷ്കാമ പ്രവർത്തിക്കായിട്ടും ആമേൻ അവരുടെ ജീവിതം നയിച്ചതായിട്ടൊക്കെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഈ ദൂതന്മാർ അവരുടെ സ്ഥാനങ്ങൾ വിട്ടതുപോലെ ആമേൻ ദുഷ്കാമ പ്രവർത്തിക്കാരും ധാർഷ്ട്യമുള്ളവരുമായി ഇടത്തൂടുകൾ ആൾക്കാർ തങ്ങളുടെ വശത്തേക്ക് ജനത്തെ വലിച്ചിഴച്ച് അവരെ എങ്ങനെയും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റി മാറ്റുവാൻ അവരുടെ പഠിപ്പിക്കലുകൾ അവിടെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ വീണുപോയ ദൂതന്മാരുടെ മഹാദിവസത്തിൽ അന്ത്യന്യായവിധിയെങ്കിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമെന്ന് വ്യക്തമായിട്ട് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആകയാൽ നമുക്ക് ഈ ദിവസകാലങ്ങളിൽ ഈ മഹാദിവസത്തിൽ ആമേൻ വിധിക്കായി എന്നേക്കുമുള്ള ചങ്ങലേട്ട് അന്ധകാരത്തിൻ്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്ന ആമേൻ അവസ്ഥ ഈ ദൂതന്മാർക്ക് ആമേൻ മഹാദിവസത്തിൽ ഉണ്ടാകുന്ന അവസ്ഥ പോലെ ആമേൻ നമുക്കും ആമേൻ ഉണ്ടാകാതിരിപ്പാൻ നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണമെന്ന് ദൈവവചനത്തിലൂടെ അപ്പോൾ ഇവിടെ ദൈവദാസൻ ഉപദേശിക്കുകയാണ്. അന്നത്തെ സഭയിൽ ആമേൻ വളരെ അവസ്ഥ വ്യത്യാസങ്ങൾ ഉണ്ടായെങ്കിൽ വിശ്വാസത്തിന് വേണ്ടി പോരാടുവാൻ ആ വചനത്തിൽ നിലനിൽക്കുവാൻ അവരെ ഫലമേൽപ്പിച്ചിരിക്കുന്ന സുവിശേഷം അത് വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്നതാകിയാൽ അതിൽ നിന്നും ഒട്ടും വഴിമാറി പോകാതവണ്ണം ദ്രാഷ്ട്യത്തോടെയോ ദൈവത്തിൻ്റെ മഹാദിവസത്തെ ഓർത്ത് ദുഷ്കാമ പ്രവർത്തികളിൽ അകപ്പെട്ടു പോകാതെ തെറ്റായ പഠിപ്പിക്കലുകാരുടെ വലയിൽ കുടുങ്ങിപ്പോകാതെ ജീവിക്കേണ്ടതിന് അന്ത്യന്യായവിധി ഉണ്ട് എന്ന് മനസ്സിലാക്കി ശിക്ഷിക്കപ്പെടാതിരിപ്പാൻ വ്യക്തമായൊരു ക്രിസ്തുയേശുവെ നയിക്കുവാൻ ഇവിടെ ദൈവാത്മാവിൽ ആമേൻ അപ്പോസ്തലൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 7-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അതിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അതുപോലെ സോദോമും ഗോമോറോയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പാചരിച്ച് അന്യജഡം മോഹിച്ച് നടന്നതിനാൽ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി സഹിച്ചുകൊണ്ട് ദൃഷ്ടാന്തമായി കിടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് നമ്മൾക്കും വളരെ ദൃഷ്ടാന്തമാണ് പ്രിയപ്പെട്ടവരെ. സ്തോത്രം. ഈ 7-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ 2 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം നമ്മൾക്ക് അതും കൂടി ഒന്ന് ചേർത്ത് വായിക്കാം. സോദോം ഗോമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ചു മേലാൽ ഭക്തികെട്ട് നടക്കുന്നവർക്ക് ദൃഷ്ടാന്തമായി വയ്ക്കും. അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾ തോറും അധർമ്മ പ്രവൃത്തി കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസകാലങ്ങളിൽ ഹല്ലേലൂയ വലഞ്ഞുപോയ ലോത്തിനെ ഓർക്കാൻ ദൈവാത്മാവ് അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടത നിറഞ്ഞ ഒരു പട്ടണമായിരുന്നു അന്നത്തെ സോദോമും ഗോമോറയും. അവൻ്റെ നാശത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 29 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ അത് വളരെ വ്യക്തമായിട്ട് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവം ആ 2 പട്ടണങ്ങളെയും അതിലെ നിവാസികളെയും തീ അയച്ചാണ് നശിപ്പിച്ചത് അല്ലേ? ഗന്ധകം കത്തുന്ന ഭയങ്കരമായിട്ട് അവിടെ അയച്ചു. ഗന്ധകമൊക്കെ ഇട്ട് നല്ല ആളിക്കത്തുന്ന തീയായിട്ട് ആ മുഴുവൻ പട്ടണത്തെയും നശിപ്പിച്ചു. ദൈവം ആ 2 പട്ടണങ്ങളെയും അതിലെ നിവാസികളെയും പൂർണ്ണമായിട്ട് നശിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ അപ്പോൾ നീതിമാനായിരുന്ന ലോത്തിനെ ദൈവം അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. ഇന്നും ദൈവമക്കളെ വചനത്തിന് വിരുദ്ധമായിട്ട് ഇന്നത്തെ ജീവിതവും സോദോമിൻ്റെയും ഗോമോറോയുടെയും അനുഭവമാണ്. പാപം പെരുകി ആണോടാണ് അപലക്ഷണം കെട്ട് ഹല്ലേലൂയ ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് ജീവിക്കുക. ഞാൻ പലപ്പോഴും നമ്മൾ പ്രയർ ലൈനിൽ ഓർത്ത് ദുഃഖിക്കാറുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയമാണ്. ഇന്ന് പിള്ളേർക്കൊന്നും വിവാഹം വേണ്ട. എന്താ കാര്യം? ഞങ്ങൾക്ക് ലിവിങ് ടുഗദർ മതി, കൊച്ചുങ്ങളൊന്നും വേണ്ട.
പിന്നെ ഒരു കൂട്ടർ പറയുന്നു, എനിക്ക് ആണിനെ കെട്ടണ്ട, എനിക്ക് പെണ്ണിനെ മതി. പെണ്ണുമായിട്ട് കല്യാണം കഴിക്കുന്നു, ആണാണുമായിട്ട് കല്യാണം കഴിക്കുന്നു, ഗേകളായിട്ട് നടക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ പറയട്ടെ, ദൈവമേ, വചനത്തിൻ്റെ ആമേൻ ഓരോ കാര്യങ്ങളും നിവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നതിനുമായി യേശുവിനെ നോക്കിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ ശ്രദ്ധയോടെ ക്രിസ്തീയ ജീവിതം നയിക്കണം. അന്ന് സോദോമിനും ഗോമോറയ്ക്കും ഉണ്ടായ പാപം, അന്നുണ്ടായ അവസ്ഥ, ഹല്ലേലൂയ, എത്രമാത്രം തെറ്റായ അനുഭവങ്ങളാണ് അവരിൽ ഉണ്ടായിരുന്നത്. അതേപോലെയാണ് ഇന്നത്തെ കാലഘട്ടവും, ഒട്ടും കുറവല്ല. നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും എത്രയോ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു നിൽക്കുന്നു. ഞാൻ 1987, 88, 89 കാലയളവിലൊക്കെ ഹല്ലേലൂയ കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ഞാൻ കോട്ടയം BCM കോളേജിൽ പഠിച്ചത്, അവിടെ അന്ന് ഹല്ലേലൂയ പെൺകുട്ടികൾ തമ്മിൽ, 2 പെൺകുട്ടികൾ തമ്മിൽ അന്ന് അവർ തമ്മിൽ പ്രേമമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്നാൽ അവർ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പാർക്കുന്നു എന്ന് പിന്നീട് അറിയുവാൻ തക്കവണ്ണം ഇടയായി. അന്നേക്കാലത്ത്, ഇന്നേക്ക് എത്രയോ വർഷങ്ങൾക്ക് മുൻപേ ഉള്ള അവസ്ഥയാണ്. ഒരിക്കലും എനിക്കത് വിശ്വാസം തോന്നിയില്ല. എന്നാൽ ഇപ്പോൾ ഇത് എല്ലാവർക്കും ചിരപരിചയമായി മാറും പോലെ ഇത് നിസ്സാരവൽക്കരിക്കുകയാണ്. ഇന്ന് പല മാതാപിതാക്കളും വിഷമിക്കുകയാണ്. മക്കളെ വിശ്വസിക്കുവാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാം നിലവിളിക്കേണ്ട സമയം, നമ്മുടെ തലമുറകളെക്കുറിച്ച് കരയേണ്ടിയ സമയം അടുത്തിരിക്കുക. നാം തന്നെത്താൻ മാതൃകയുള്ളവരായി ദുഷ്കാമ പ്രവർത്തികൾക്ക് നാം ഇടകൊടുക്കാതെ വണ്ണം, ഇടത്തോടുകാരും ക്രിസ്തുവിനെ തള്ളിപ്പറയുന്നവരും വചനത്തിന് വിരുദ്ധമായി കടന്നു വരുന്ന പ്രവാചകന്മാരും ദുരുപദേഷ്ടാക്കന്മാരും നമ്മെ വഴിതെറ്റിക്കാതിരിപ്പാൻ നാം ഈ ദിവസങ്ങളിൽ വളരെ ശ്രദ്ധയോടെ വചനത്തിന് മുൻപാകെ ക്രിസ്ത്യാനി എന്ന് പേർ ധരിച്ച് ജീവിക്കുവാനായിട്ടല്ല, ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുന്നവരായിട്ട് ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ മുൻപാകെ ക്രിസ്തുവിൻ്റെ വചനത്തിൽ അതേ വ്യവസ്ഥയോടുകൂടി ജീവിക്കുന്ന ഒരു യഥാർത്ഥ ദൈവവൈതലായി ജീവിപ്പാൻ നാം തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ആകയാൽ ഈ ദിവസങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടവരുത്തരുത്. ദാഷ്ട്യക്കാരായിട്ട് ജീവിക്കുവാനല്ല, വഴിതെറ്റിപ്പോയവരായിട്ട് ജീവിക്കുവാനായിട്ടല്ല, അന്ത്യ ദിവസകാലങ്ങളെന്ന് അറിഞ്ഞുകൊണ്ട് ന്യായവിധിയെങ്കിൽ അകപ്പെടുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവഹിതത്തിനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പോൾ 8-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ ഇപ്രകാരം കാണുന്നു, അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദൂഷിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ വ്യാജ ഉപദേഷ്ടാക്കൾ അശ്ലീല സ്വപ്നങ്ങൾ കണ്ടു. അത് ദൈവത്തിൽ നിന്ന് വന്നതാണെന്ന് എന്ത് ചെയ്തു? അവകാശപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ തങ്ങളുടെ അശ്ലീലത്തെയും പാപ അവസ്ഥയെയും ഈ സ്വപ്നങ്ങൾ ഉപയോഗിച്ച് ന്യായീകരിച്ചുകൊണ്ട് അവർ കൂടുതൽ പിന്നെയും എന്ത് ചെയ്യുക? പാപത്തിലേക്ക് വഴുതി വീഴുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പാപം പെരുകുകയാണ്. ദൈവസഭകൾക്കകത്ത് പോലും ഭയങ്കരമാകുന്ന വിളിച്ചു പറയുവാൻ കഴിയാതെ വണ്ണം നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായി പാപത്താൽ വശീകരിക്കപ്പെട്ട് പാപത്തിലേക്ക് നയിക്കപ്പെടുന്ന വിധത്തിൽ പിശാച് ആ തന്ത്രത്തോടുകൂടി ദൈവസഭകൾക്കകത്ത് വ്യക്തി ജീവിതങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ നാം അവൻ്റെ സഭയാകുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നു. ആകയാൽ നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കേണ്ടതാകിയാൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിന് പ്രസാദമുള്ളവരായി ജീവിക്കണമെന്നുണ്ടെങ്കിൽ വചനം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. വചനത്തെ വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ പോകുവാൻ ഇടയാകാതെ മാതൃകപരമായിട്ട് ഞാൻ പറയട്ടെ, വെള്ളയും ഇട്ട് ജീവിക്കുന്നതിൽ കാര്യമില്ല. ഒരാഴ്ചയിൽ ഒരു കൂട്ടായ്മ പോലും വിടാതെ പോകുന്നതിൽ കാര്യമില്ല. നിന്റെ ജീവിതം കർത്താവ് നോക്കുമ്പോൾ ഞാനും നിങ്ങളും ജീവിക്കുന്ന ജീവിതത്തിൽ നമ്മുടെ രഹസ്യ ജീവിതത്തെയാണ് സ്വർഗം നോക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എനിക്കറിയാം, വ്യക്തിപരമായിട്ട് ഞാൻ കൗൺസിലിംഗ് ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് അനേക ദൈവദാസന്മാർ, അനേക സഹോദരിമാർ, കർത്തദാസന്മാരുടെ ഭാര്യമാർ
ആമേൻ സഹോദരന്മാർ എൻ്റെ അടുക്കൽ കടന്നു വന്നവരുടെ ഭാരങ്ങൾ പറയുമ്പോൾ ആമേൻ ചിന്തിക്കുന്നതിൽ അവർ വിചാരിച്ചതിൽ അപ്പുറമായി പാപാവസ്ഥയിലേക്ക് വഴുതി വീണ അവരുടേതായ ഭാരങ്ങൾ അവർ പറയുമ്പോൾ ഞാൻ പറയട്ടെ, നിന്നെ തെറ്റിക്കുവാൻ നിന്ന് പകൽ ആമേൻ ദുഷ്ടൻ പ്രവർത്തിക്കുമ്പോൾ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് അപ്പോസ്തലൻ നമ്മെ ഉപദേശിക്കുമ്പോൾ, മുൻകൂറായിട്ട് നമ്മെ അറിയിക്കുമ്പോൾ, നാമും വീണു പോകാതെ താണു പോകാതെ കൃപയിൽ ആശ്രയിച്ച് നിൽപ്പാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ആകയാൽ ആമേൻ പാപം പെരുകേണ്ടതിന്, പാപം ചെയ്യേണ്ടതിന് ആമേൻ കൺമുൻപിൽ വിരൽത്തുമ്പിൽ ആമേൻ പാപമായി. ഇന്ന് മീഡിയ ഒരു മൊബൈൽ, ഒരു കൊച്ചു മൊബൈൽ മതി. ഈ ഒരു മൊബൈലിൽ നാം ഒന്ന് ആമേൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ സകല കാര്യങ്ങളും കടന്നു വരും. സകല മ്ലേച്ഛമായ പ്രവർത്തികൾ ആമേൻ അതിലൂടെ കാണുവാനായിട്ട് കഴിയും. കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, ആകയാൽ അരുതാത്തതിലേക്ക് ശ്രദ്ധ പോകാതെ വണ്ണം വചനത്തിനെ ഈ ദിവസങ്ങളിൽ ആദ്യന്റെ നിലയിൽ വിശുദ്ധമായി നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ച് വചനത്തിന് അധിഷ്ഠിതമായി ജീവിപ്പാൻ ഏൽപ്പിക്കണം. പലപ്പോഴും ഈ ജനം എന്ത് ചെയ്തു? സ്വപ്ന അവസ്ഥയിലാണ്. ഇന്ന് ദൈവമക്കളെയും ആ അവസ്ഥയിലേക്ക് ആമേൻ എന്ത് എത്തിക്കും? നമ്മുടെ സ്വപ്നം എന്തായിരിക്കണം? ആമേൻ സ്വർഗീയ യെരൂശലേം നമ്മുടെ അരുമമണവാളനുമായിട്ടുള്ള വാസമായിരിക്കണം. എന്നാൽ ഇവിടെ ഇതാ ജഡത്തെ മലിനമാക്കിക്കൊണ്ട് അവരെ സ്വപ്നാവസ്ഥയിലേക്ക് എത്തിച്ച് എന്ത് ചെയ്യുക? ദുർനടപ്പിലേക്ക് ജനത്തെ കൊണ്ടുപോകുക. അന്യജഡം മോഹിക്കുവാൻ അവരെ ആമേൻ ദുഷ്ടനാം പിശാച് ആമേൻ അവിടെ അവസരമുണ്ടാക്കി കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ സോദോമും ഗൊമോറയും ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സമമായി ദുർനടപ്പാചരിച്ച് അന്യജഡം മോഹിച്ചു നടന്നതിനാൽ അവർ നിത്യാഗ്നിയുടെ ശിക്ഷാവിധി അസഹിച്ചുകൊണ്ട് ജീവിപ്പാൻ നിത്യാഗ്നിയിലേക്ക് വീഴേണ്ടതിനിടയായെങ്കിൽ ആമേൻ ഇന്ന് പകൽ വേള ഞാൻ പറയട്ടെ, നമ്മളും മറന്നു പോകുവാൻ ഇടവരരുത്. നമുക്ക് വേണ്ടിയും ആമേൻ തീയും ഗന്ധകവും കത്തുന്ന തീപ്പൊയ്ക ആമേൻ പാപത്തിന്റെ ശമ്പളം മരണമാകിയാൽ നിത്യാഗ്നിയിലേക്ക് വീഴുവാനിടയാകരുതേ. പോകാൻ മടിയുള്ളവരെ തള്ളിയിടുമെന്നാണ് വെളിപ്പാടുകാരൻ പറയുന്നത്. ആകയാൽ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ നാമത്തിന് മഹിമയ്ക്ക് വേണ്ടി ജീവിതം പാപാവസ്ഥകളെ വിട്ട ഈ സ്വപ്ന ലോകം നമ്മുടെ കണ്ണു മുന്നിൽ കെട്ടിപ്പടുക്കണം. ഈ ലോകത്തിൽ ധനം സമ്പാദിക്കണം, മക്കളെ വളർത്തണം, ഡോക്ടറാക്കണം, എഞ്ചിനീയറാക്കണം, അതേ വലിയ സ്ഥാനത്തും മാനത്തും ഇരിക്കണം. എന്തിനേറെ പറയേണ്ടു ആമേൻ പിശാച് ആമേൻ ജീവിതങ്ങളിൽ കുടികെട്ടി വാണുകൊണ്ട് അവരുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന അവസ്ഥകളാകിയാൽ ഈ ദിവസങ്ങളിൽ അതിൽ നിന്ന് ജയമെടുക്കേണ്ടതിന് നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു ക്രിസ്തുവിൻ്റെ വചനത്തിലും അവൻ്റെ വിശുദ്ധിയിലും ജീവിപ്പാൻ പരിശ്രമിച്ചാൽ പരിശുദ്ധാത്മാവ് നമുക്ക് തുണ നിൽക്കും. നമ്മൾ ബലഹീനരാണ്, നമ്മൾ കുറവുള്ളവരാണ്. എന്നാൽ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്കെപ്പോഴും കൂട്ടായി ഉള്ളതാകിയാൽ ഈ അശ്ലീല പ്രവർത്തികളിലും പാപപ്രവർത്തികളിലും പെട്ടുപോകാതെ വണ്ണം ജീവിക്കണം. ഞാൻ കേട്ടിട്ടുണ്ട് പലരും ഈ ദിവസങ്ങൾ പാപം ചെയ്തിട്ട് ന്യായീകരിക്കുക. നിന്റെ കുഴപ്പം കൊണ്ടാണ് ഞാൻ അത് ചെയ്തത്, ഇന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങ് തെറ്റിപ്പോയതാ. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് കണ്ണുമായി യോബ് പറഞ്ഞതുപോലൊരു നിയമം ചെയ്യണം. നമുക്ക് അരുതാത്തിടത്തേക്ക് നോക്കാൻ ഇടവരരുത്. അരുതാത്തിടത്തേക്ക് നോക്കിയാൽ അരുതാത്തത് ചിന്തിക്കേണ്ടി വരും. ദൈവഹിതമല്ലാത്ത ഇടത്തേക്ക് നോക്കുകയോ ദൈവഹിതമല്ലാത്ത പ്രവൃത്തികളിൽ നടക്കുകയോ അരുതേ എന്ന് ആമേൻ 1-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ടല്ലോ. എന്താ? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും ആയിരിക്കണമെന്നാണ് ദൈവവചനം പറയുന്നത്, അല്ലേ? അറിയാതെ അങ്ങായി പോവുക. ഇന്നത്തെ പങ്കുലമായ ലോകം, മ്ലേച്ഛത പിടിച്ച ലോകം ഒന്ന് ഇടപിടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇല്ലേ, ഒരു സഭയിൽ ഒരു വിശ്വാസിക്ക് അല്പം നന്മയുണ്ടായെങ്കിൽ അവരെ പോലെ തന്നെ അടുത്തയാൾക്കും ആകുവാൻ കണഞ്ഞ് പരിശ്രമിക്കുക. ദൈവമക്കളെ നല്ലതാ. എന്നാൽ ദൈവം തരുന്ന നന്മകളും അനുഗ്രഹങ്ങളിലും സന്തോഷത്തോടെ ജീവിക്കുവാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആകയാൽ ഇങ്ങനെയുള്ള പ്രവർത്തികളിലേക്ക് പോകുവാൻ ഇടവരാതെ, വലിയ പാപങ്ങളിലേക്ക് ആണ്ടുപോകുവാൻ ഇടവരാതെ നാം നമ്മെ തന്നെ ഈ ദിവസങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ക്രിസ്തുവിൻ്റെ അധികാരത്തെയും
ഹല്ലേലൂയ മറ്റും നാം തുച്ഛീകരിപ്പാൻ ഇടയാകരുത്. പലപ്പോഴും ആമേൻ ഈ സഭാ നേതൃത്വങ്ങളെ പോലും തുച്ഛീകരിക്കുന്ന ആളുകൾ അല്ലേ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത് എന്താണ്? അവർ തങ്ങളുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസസ്ഥലം വിട്ടുപോയ ദൂതന്മാരെ ആമേൻ ഈ വാഴ്ചകൾ നമ്മളെ നടത്തുന്നവരെ നാം ഓർക്കണം പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ പലപ്പോഴും അധികാര കൊതിയന്മാരാണ് ഇന്നത്തെ പല സഭാ നേതാക്കന്മാരും. എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഈ അധികാര ഭ്രമത്തിൽ നാം പാപം ചെയ്യുക, അങ്ങനെയും നമ്മളെ സ്ഥാനത്ത് നിന്ന് തള്ളിക്കളയും കേട്ടോ. ഞാൻ ഗലാത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ ജഡത്തിൻ്റെ പ്രവർത്തികളുണ്ടല്ലോ, ദൈവമക്കളൊന്ന് വായിച്ചോണം കേട്ടോ. ആ പ്രവർത്തികളിൽ മുഴുകിയിരുന്നു കൊണ്ടാണ് ആ സ്ഥാനത്തിന് വേണ്ടി ഒരുങ്ങുന്നത്. എൻ്റെ സഹോദരനോ എൻ്റെ സഹോദരിയോ ആ സ്ഥാനത്തിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റത്തില്ല. അസൂയ നിറഞ്ഞ ഹൃദയത്തോടെ ആയിരിക്കുമ്പോൾ ആ സ്ഥാനത്തിരുന്നു കൊണ്ടും പ്രയോജനമില്ല. ആകയാൽ ഇന്ന് പകൽക്കാലം മഹിമകളെ ആമേൻ ദൈവം നമുക്ക് നൽകിയിരിക്കുമ്പോൾ എന്താ പുത്രത്വത്തിൻ്റെ അവകാശം തന്നത്? ആർക്കും ലഭിക്കാത്ത ആ ഒരു വലിയ അവകാശം, അതിനെ തുച്ഛീകരിച്ച് കളയാതെ ഇന്ന് പകൽക്കാലം നാം വിശ്വസ്തരായിരിക്കാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. 8-ാം വാക്യം ഞാൻ വായിക്കട്ടെ. അങ്ങനെ തന്നെ ഇവരും സ്വപ്നാവസ്ഥയിലായി ജഡത്തെ മലിനമാക്കുകയും കർത്തൃത്വത്തെ തുച്ഛീകരിക്കുകയും മഹിമകളെ ദൂഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ 9-ാം വാക്യം, പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. ഇവിടെ ദുഷ്ടന്മാരാണ് അപവാദം പറഞ്ഞു നടക്കുന്നത് അല്ലേ. ആമേൻ. നീതിമാന്മാർ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാം. നമ്മളിൽ ആരുണ്ട് അപവാദം പറയാത്തവരെ? പലപ്പോഴും നാം അറിയാതെ നമുക്കെതിരെ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ ഇല്ല, നമ്മേക്കാൾ അല്പം അവർ ഉയർന്നു നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ, നമ്മേക്കാൾ അല്പം എന്തെങ്കിലും കൃപ ലഭിച്ചു എന്ന് തോന്നിയാൽ നാമും അറിയാതെ പറയും. ദൈവമക്കളെ, ഈ അപവാദിയായി പിശാചിന് ഇടം കൊടുക്കാതിരിപ്പാൻ നാം ഏൽപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ദുഷ്ടന്മാരെ പോലും തുച്ഛീകരിപ്പാൻ ഇടവരാതെ വണ്ണം നാം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും ദൂതന്മാരുടെ തലവനായ മിഖായേൽ പോലും. എന്നാൽ പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ചു വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അവനൊന്നും പറഞ്ഞില്ല. വാദിക്കാൻ വേണമെങ്കിൽ അല്ലേ, ദൂഷണവിധി ഒന്നും പറഞ്ഞില്ല. ഹല്ലേലൂയ. ഈ കാലങ്ങളിൽ പ്രൈസ് ദി ലോർഡ് മോശയുടെ ശരീരത്തെക്കുറിച്ചുള്ള തർക്കം വേദപുസ്തകത്തിൽ നമുക്ക് മറ്റൊരിടത്തും പറയുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ഇതനുസരിച്ച് മോശയുടെ ശരീരം അടക്കുന്നതിന് ദൈവം മിഖായേലിനെ ഭൂമിയിലേക്ക് അയച്ചു. മോശ ഒരാളെ കൊന്നതിനാൽ സാത്താൻ അവൻ്റെ ശരീരത്തിന് അവകാശം വാദം ഉന്നയിക്കുകയാണ്. എന്നാൽ മിഖായേൽ സാത്താനെ ശാസിച്ചില്ല, മറിച്ച് കാര്യം ദൈവത്തെ ഫലമേൽപ്പിക്കുകയായിരുന്നു. ദൈവം നിന്നെ ഭത്സിക്കട്ടെ എന്നാണ് അവൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നാം ആയിരുന്നെങ്കിലോ എത്രയോ തെറ്റുകളെ അല്ലേ. മോശ ഒരുവനെ കൊന്നതേ ഉള്ളൂ. മോശ എന്താ തെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ? എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിരിക്കുന്ന വലുതും ചെറുതുമായ കുറ്റങ്ങളെയും തെറ്റുകളെയും ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുക. ഇപ്പം ഇവിടെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തം വാക്കുകളാലും സ്വന്തം ശക്തിയാലും നാം പിശാചിനോട് മത്സരിക്കരുത്, നടക്കത്തില്ല. ഇവിടെ മിഖായേൽ ദൈവത്തോട് തൻ്റെ കാര്യം ഫലമേൽപ്പിച്ചു. അത് ദൈവമാണ് കാര്യത്തിന് മേൽ നീക്കുപോക്ക് നൽകേണ്ടതെന്ന് അവൻ അറിയാമായിരുന്നതിനാൽ ആ ദൂതനായവൻ ആ ദൈവത്തിൽ ഫലമേൽപ്പിപ്പാൻ ഇടയായി. എങ്കിൽ നാമും നമ്മുടെ കാര്യങ്ങളെ ഈ ദിവസങ്ങൾ ദൈവത്തോട് ഫലമേൽപ്പിക്കുക. കാരണം പ്രാർത്ഥന വീരർക്ക് മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ കാണുന്നത് പലപ്പോഴും മനുഷ്യനോട് വാദിക്കുകയാണ്. ആമേൻ. മത്സരബുദ്ധികളാണ് ഭവനങ്ങൾക്കകത്തു പോലും. ആമേൻ. അഭിചാരദോഷം പോലെ ഭാര്യ ഭർത്താവിനോട് മത്സരിക്കുന്നു, ഭർത്താവ് ഭാര്യയോട് മത്സരിക്കുന്നു, മക്കൾ മാതാപിതാക്കളോട് മത്സരിക്കുന്നു, ആമേൻ, അമ്മായിമ്മ മരുമകളോട് മത്സരിക്കുന്നു എന്ന് വേണ്ട, എപ്പോഴും മത്സരമാണ് ദൈവമക്കളെ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വിജയമല്ല പരാജയമാണ് കുടുംബങ്ങളിലും ആമേൻ ശുശ്രൂഷകളിലും പ്രത്യേകാൽ വ്യക്തി ജീവിതങ്ങളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവാത്മാവ് പറയുകയാണ്, നാം സ്വന്തം വാക്കുകളാലും സ്വന്തം ശക്തിയാലും ആമേൻ നാം ആരോടും മത്സരിക്കുവാൻ പോകേണ്ട
ചിന്തിക്കേണ്ട, നിന്റെ കാര്യം ദൈവത്തെ ഭരമേൽപ്പിച്ചാൽ മതി. അങ്ങനെയല്ലേ ഇവിടെ നമുക്ക് മിഖായേൽ ചെയ്തത്. ആകയാൽ അവനെ ഭത്സിക്കുന്നതിന് ആമേൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ ഹല്ലേലൂയ മിഖായേൽ തീരുമാനിച്ചുവെങ്കിൽ നാമും നമ്മുടെ കാര്യം ദൈവത്തിൽ ഭരമേൽപ്പിച്ചാൽ നമുക്ക് വേണ്ടിയും നീതി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ 1-2 വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിനോട് ഇപ്രകാരം പറഞ്ഞു, നീതി പ്രവർത്തിക്കുന്ന നല്ലൊരു ജഡ്ജാണ് അങ്ങ്. ആകയാൽ കർത്താവേ, എൻ്റെ ഈ വിഷയത്തിൻ്റെ മേൽ അങ്ങ് നീതി പ്രവർത്തിക്കണമേ. എനിക്ക് തീർച്ചയായിട്ടും അറിയാം, ആമേൻ, എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ കർത്താവ് നീതി പ്രവർത്തിക്കും. മറുഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അവിടെ കർത്താവ് നീതി പ്രവർത്തിക്കും. എൻ്റെ കർത്താവ് അന്യായം ചെയ്യുന്നവനല്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, അവൻ നീതിയോടെ വിധിക്കുന്ന നല്ല ന്യായാധിപതിയാകയാൽ ആ ബലമാർന്ന കരങ്ങളിലേക്ക് നമുക്ക് ഇന്ന് പകൽക്കാലം ഏൽപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇനിയും വളരെ കാര്യങ്ങൾ പറയുവാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഈ ജനത്തിന് വേണ്ടി നമുക്ക് ഹല്ലേലൂയ കരയാം, പ്രാർത്ഥിക്കാം, ദൈവസന്നിധിയിൽ നമുക്ക് നിലവിളിക്കാം. ഹല്ലേലൂയ. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം ഇവയെ വിട്ടുകൊണ്ട് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യമുള്ളവരായി ജീവിപ്പാൻ ഏൽപ്പിക്കാം. പിശാചിന് ഇടം കൊടുക്കാതിരിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്വന്തം ബലം കൊണ്ട്, ആമേൻ, നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട്, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട്, നമ്മുടെ അറിവ് കൊണ്ട്, ആമേൻ, നാം കേമരാണെന്ന് കാണിക്കുവാനല്ല, മറിച്ച് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തത് മാത്രമേ ഉള്ളൂ. കർത്താവ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്യുമെന്നുള്ള വിശ്വാസം നമ്മളെ ഭരിച്ച് കർത്താവിൽ ആമേൻ ഭരമേൽപ്പിക്കുവാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് ഈ വചനങ്ങളാൽ ദൈവം സഹായിക്കട്ടെ. ദൈവം അനുവദിച്ചാൽ ആമേൻ 10-ാം വാക്യം തൊട്ട് നമുക്ക് അതിവേഗം ഹല്ലേലൂയ അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. സമയം ഞാൻ പരിമിതി കൊണ്ടാണ് ഇത്രയും ഓടിച്ച് പറയുന്നത്. വളരെ നിർത്തി മറ്റുള്ള ക്ലാസ്സുകൾ പഠിപ്പിച്ചതുപോലെയൊക്കെ വളരെ വളരെ വിവരിച്ച് പഠിപ്പിക്കണമെന്നുണ്ട് എനിക്ക് ഉണ്ടെങ്കിലും ആമേൻ സമയത്തിൻ്റെ പരിമിതിയാൽ ഞാനിവിടെ അവസാനിപ്പിക്കട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവേ, ദിവസങ്ങളിൽ ദൈവം തിരഞ്ഞെടുത്ത ജനമായി ഇസ്രയേലിനെ വേർതിരിച്ചതുപോലെ അങ്ങയുടെ രക്തത്താൽ ഞങ്ങളെയും വിളിച്ച് വേർതിരിച്ചപ്പാ, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ആമേൻ ഞങ്ങളെ ഉപയോഗിക്കണം. ഈ ദിവസങ്ങളിൽ കർത്താവേ, ആ ഒരു മഹാദിവസം വരികയാണ്. അന്ത്യനായ വിധിയെങ്കിൽ ഞങ്ങൾ ശിക്ഷിക്കപ്പെടുവാൻ ഇടവരാതെ വണ്ണം കർത്താവേ, വ്യാജ ഉപദേഷ്ടാക്കൾക്ക് അടിമപ്പെട്ടു കൊടുക്കാതെ ഇങ്ങനെയുള്ള ഉപദേശങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ ഇടവരാതെ വണ്ണം കർത്താവിൻ്റെ അധികാരത്തെ കർത്താവേ ഞങ്ങൾ ഈ ദിവസങ്ങൾ തുച്ഛീകരിക്കുന്നവരോ ദുഷ്ടന്മാരായി നടന്ന അപവാദം പറയുന്നവരായി തീരുവാൻ ഇടവരാതെ വണ്ണം വിശുദ്ധിക്ക് വില കൊടുക്കുന്നവരായി തീരുവാൻ അങ്ങ് ഞങ്ങളെ ഇടയാക്കണമേ. ഒരു മിഖായേൽ തൻ്റെ കാര്യങ്ങളെ ദൈവത്തിങ്കൽ ഫലമേൽപ്പിച്ചതുപോലെ ഞങ്ങളും ദൈവത്തിൽ സകല കാര്യങ്ങളും ഫലമേൽപ്പിച്ച് വിശുദ്ധിയോടെ നിലകൊള്ളുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചാട്ടെ. ഈ തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തവർക്കായി സ്തോത്രം. തുടർന്ന് യൂട്യൂബിലൂടെ ആമേൻ ഈ വചനം കേൾക്കുന്ന മറ്റേ ഇതര മീഡിയകളിലൂടെ ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സ്വർഗം അനുഗ്രഹിച്ചാട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ ഒത്തുചേർന്ന് അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തുതിക്കുന്നു. കർത്താവിൻ്റെ നാമമഹിമയ്ക്കായിട്ട് ഉപയോഗിച്ചാട്ടെ. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ ചോദിക്കുമ്പോൾ ഏതോന്നി കേൾക്കണം. സ്വർഗസ്ഥ നല്ല പിതാവേ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. മറാനാഥ.